ശ്രീമതി മിനി ഐ ജി. നമുക്ക് മിനി മേഡത്തിൻ്റെ സിനിമ നമ്മളിവിടെ ചങ്ങമ്പുഴ പാർക്കിൽ നേരത്തെ കഴിഞ്ഞ വർഷം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമ പ്രോഡക്റ്റാണ് മാഡം. 25 വർഷത്തിലേറെയായിട്ട് നാടക ഫീൽഡിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന അഭിനേത്രിയാണ്. നാടക സംവിധാനം, നാടകരചന, ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് സംവിധാനത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിനിയാണ്. അതിനുശേഷം ഡോക്യുമെൻ്ററികൾ നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ ഡൈവോഴ്സ് എന്ന സിനിമ, ഇതുപോലെ സ്ത്രീപക്ഷ സിനിമ എന്നുള്ള നിലയ്ക്ക് KSFDC സിനിമാ സംവിധായകരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങിയ പ്രോജക്റ്റിൽ ആദ്യത്തെ സിനിമ എന്നുള്ള നിലയിൽ നിഷിദ്ധോയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു രണ്ടാമത്തെ സിനിമയായിട്ട് ഡൈവോഴ്സാണ് വന്നത്. അത് റിലീസായി 2 ദിവസം കൊണ്ട് ഇതായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഇപ്പോൾ സി സ്പേസിൽ അത് OTTയിൽ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. കാണാത്തവർ, ഞാൻ ഉൾപ്പെടെ കാണാത്തവർ അത് കാണാൻ ശ്രമിക്കുന്നതായിരിക്കുമെന്ന് മാഡത്തിനോട് ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൂടാതെ നേരത്തെ കുറേ സിനിമകൾ അസിസ്റ്റൻ്റ് ചെയ്തിട്ടുണ്ട്. ലാൽ ജോസ്, P ബാലചന്ദ്രൻ തുടങ്ങിയ സിനിമകളിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. നിള നമ്മളിവിടെ പ്രദർശിപ്പിച്ചിരുന്നു. നിളയിലൊരു ശ്രദ്ധേയമായ വേഷം മാഡം കൈകാര്യം ചെയ്തതാണ്. അതിൽ ആ മെയ്ഡിൻ്റെ വേഷം, ശാന്തികൃഷ്ണയുടെ മെയ്ഡിൻ്റെ വേഷം, അതുപോലെ 2 പേർ ചുംബിക്കുമ്പോൾ, ബിരിയാണി, റോസാപ്പൂ, മൂത്തോൻ, ഇങ്ങനെ കുറേ സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു വേഴ്സറ്റൈലായിട്ടുള്ള ഒരു ആളെയാണ് നമുക്കിവിടെ ഇന്ന് സംസാരിക്കാൻ മുഖ്യ പ്രഭാഷണത്തിനായിട്ട് കിട്ടിയിരിക്കുന്നത്. ബന്ധപ്പെട്ട ഉടനെ മാഡം അതിന് വരാൻ റെഡിയായി. എനിക്ക് തോന്നുന്നു ഫിലിം ഫെസ്റ്റിവൽ, വനിതാ ഫിലിം ഫെസ്റ്റിവലിനും മാഡം ഉണ്ടായിരുന്നു അവിടെ ഓപ്പൺ ഫോറത്തിൽ. മാഡത്തിനെ എല്ലാവരുടെ പേരിലും എൻ്റെ പേരിലും ഫിലിം സൊസൈറ്റിയുടെ പേരിലും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, ഒരു സമരത്തിൻ്റെ ഭാഗമായി ആചരിക്കപ്പെട്ട ഒരു ദിനമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം അത് ആഘോഷമാണോ ആചരിക്കലാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരാഗ്രഹം തന്നെയുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ തുല്യ പ്രാതിനിധ്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നൊരു വേളയിൽ അങ്ങനെയൊരു ദിവസത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ലാതെ വരുന്ന എല്ലാ ഇടങ്ങളിലും, എല്ലാ പൊതു ഇടങ്ങളിലും, വീടകങ്ങളിലും, വർക്ക് സ്പേസിലും ഒക്കെ, സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും എല്ലാ ഇടങ്ങളിലും അത്തരത്തിലുള്ള ഒരു തരം വിവേചനവും അപമാനവും ഒഴിവാക്കലുകളും ഒന്നും വരാത്ത തരത്തിൽ എല്ലാത്തരം മനുഷ്യരും ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒരു ഓൾ ജെൻഡർ ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന് പറയുന്നത് അതൊരു നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. അതിനെക്കുറിച്ചാണ് എല്ലാ മനുഷ്യരും ഇന്ന് കലയിലൂടെയായാലും അവരുടെ രാഷ്ട്രീയപരമായ പ്രവൃത്തികളിലൂടെ ആയാലും സാമൂഹികപരമായ ഇടപെടലുകളിലൂടെ ആയാലും ഒക്കെ ചെയ്യുന്നത് അതാണ്. അപ്പോൾ ഞാനൊരു നാടക പ്രവർത്തക ആണ്. നാടകരംഗത്തിലൂടെയാണ് ഞാൻ ഇപ്പോൾ സിനിമയിലേക്ക് വന്ന് എത്തി നിൽക്കുന്നത്. ഞാൻ തുടർച്ചയായിട്ട് 25 വർഷത്തോളം ഞാൻ നാടകം ചെയ്തു. അപ്പോൾ ഒരു ചെറിയൊരു ഇത് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു നാടകരംഗത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ തുടങ്ങി. ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചെന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വളരെ അധികം കാലം കേരളത്തിലും ഇന്ത്യയിലുടനീളം വർക്ക്ഷോപ്പുകളും ഈവൻ നമ്മുടെ റിച്വൽ ആർട്ട് ഫോംസ് ആ ഒരു തരത്തിലുള്ള എൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ഒരു എക്സ്പ്ലോറേഷൻ എന്നുള്ള നിലയിലാണ് ഈ കഴിഞ്ഞ 25 വർഷത്തെ ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ഇന്നും കഴിഞ്ഞത് കുറച്ച് ദിവസങ്ങളായിട്ട് ആലോചിക്കുകയാണ്. പലപ്പോഴും നമ്മളൊരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും നമ്മൾ ഒരു കല എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ ജീവിതത്തിന് ഒറ്റുകൊടുക്കുകയാണ്. പലപ്പോഴും നമ്മൾ
നമ്മുടെ ജീവിതത്തെ ചിലപ്പോൾ ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കും നമ്മൾ കാണുന്നത്. ഒരു പക്ഷെ നമ്മുടെ അനുഭവങ്ങളിലൊക്കെ ഒരു തീവ്രമായ അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എണീറ്റ് വരാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള വീഴ്ചകളിലൂടെ ആയിരിക്കും നമ്മൾ ജീവിതത്തിൽ കടന്നു പോകുന്നത്. എങ്കിൽ പോലും നമ്മൾക്ക് ഒരു തേർഡ് ഡയമെൻഷൻ ഉണ്ട്. അതൊരു നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ, ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയിൽ നമുക്കൊരു ഡയമെൻഷൻ ഉണ്ട്. ആ ഡയമെൻഷൻ നമ്മളത് നിലനിർത്തുന്നു. പക്ഷെ നമ്മൾ എന്താണ്, എപ്പോഴും നമ്മുടെ ഒരു പെയിനും ഗ്ലോറിയുമായിട്ട് നമ്മളെപ്പോഴും സമരസപ്പെട്ടുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എൻ്റെ പഠനത്തിന് ശേഷം ഞാൻ കുറേ നാളുകൾ നാടകങ്ങൾ ചെയ്തു. ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്തു. അതിൻ്റെ സിനോഗ്രഫി ആയാലും സ്ക്രിപ്റ്റിംഗ് ആയാലും ഒക്കെ ഞാൻ ചെയ്തു. അതൊക്കെ ചെയ്യുമ്പോൾ ഉള്ള എൻ്റെ കാരണം ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അന്നത്തെ സ്കൂൾ ഓഫ് ഡ്രാമ ഡയറക്ടർ രാം ഗോപാൽ ബജാജ് എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് ഡയറക്ഷൻ തരില്ല, നിങ്ങളുടെ ആക്ടിങ് കണ്ടിട്ട്, അതായത് ആഷാഢ് കാ എക് ദിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശസ്തമായിട്ടുള്ളൊരു നാടകമുണ്ട്. അപ്പം അത് അദ്ദേഹം ചെയ്തിട്ടുള്ള നാടകമാണ്. അപ്പം അതിൽ ഇവിടെ തൃശ്ശൂർ ഞാൻ അഭിനയിച്ചത് കണ്ടിട്ട് കണ്ടതാണ് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ അഭിനയം കണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്തത്, നിങ്ങളെ ഞാൻ ഡയറക്ഷനിലേക്ക് വിടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി, എനിക്ക് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഫോർച്ചുനേറ്റ്ലി ഞാനൊരു സ്ത്രീ മാത്രമായിരുന്നു. ഫോർച്ചുനേറ്റ്ലി എന്ന് ഞാൻ പറയുമ്പോഴും എനിക്കൊരു വിഷമമുണ്ട്. കാരണം എനിക്ക് അവിടെ എൻ്റെ ഇഷ്ടങ്ങൾ, ആശങ്കകൾ, എൻ്റെ പ്രശ്നങ്ങൾ ഒന്നും പങ്കിടാൻ ഒരു പെൺകുട്ടിയില്ല എൻ്റെ ബാച്ചിൽ. പക്ഷേ എനിക്ക് അവസരങ്ങൾ ഒരുപാട് ലഭിച്ചു. അത് അഭിനയത്തിലായാലും ടെക്നിക്കൽ സൈഡിലായാലും അങ്ങനെ ഒരു ഗുണം സംഭവിച്ചു. അവിടെ ഒന്നും മാറ്റി നിർത്തപ്പെട്ടില്ല എന്ന് പറയുന്നത്. അത് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലായാലും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലായാലും പിന്നീട് ഞാൻ ചാൾസ് വാലസ് അവാർഡ് ലഭിച്ച് സെൻട്രൽ സെയിൻറ്റ് മാർട്ടിൻസിൽ പഠിച്ചു. അവിടെ ആയപ്പോഴും സ്ത്രീ ആയെന്നുള്ള നിലയിൽ നമ്മളെ മാറ്റി നിർത്തുന്നില്ല. നമ്മൾ ഏത് ഏരിയ ആയാലും, ഇപ്പം ലൈറ്റ് റിഗ്ഗിങ് ആയാലും എല്ലാം നമ്മൾ ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫിസിക്കലി എന്തൊക്കെ നമ്മൾ എടുക്കണോ, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കണോ, ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകണോ, അതിൽ കൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ആ യാത്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്നിലെ ഒരു ആർട്ടിസ്റ്റിനെ, അതായത് നമ്മളെപ്പോഴും പറയുന്നത് എൻസെമ്പിൾഡ് ആർട്ടാണ് തിയേറ്ററും സിനിമയും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു പൂർണ്ണമായിട്ട് ഒരു കലാരൂപം എന്നുള്ള നിലയ്ക്ക് നാടകത്തെയും സിനിമയും കാണാൻ ഈ സ്ഥാപനങ്ങളിലെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്നെ സഹായിച്ചു. അപ്പോൾ ആ സമയത്ത് തന്നെ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് സിനിമ എന്ന് പറയുന്നതും എന്നെ വളരെയധികം മോഹിപ്പിച്ച ഒരു കാര്യമാണ്. ഞാൻ IFFKയിലൊക്കെ കണ്ടിരുന്ന 7 സീൽ എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഡിപ്ലോമ പ്രൊഡക്ഷനായിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ വല്ലാത്ത വെല്ലുവിളിയൊക്കെ ഉണ്ടായിരുന്നു. കാര്യം വെച്ചാൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്യുക, അല്ലെങ്കിൽ കാര്യം വെച്ചാൽ അതൊരു സിനിമയാണ്, അതിൻ്റെ ഒരു സിനിമാറ്റിക് ഒരു ലാംഗ്വേജിനെ മാറ്റി അതിനെ തിയേറ്ററിക്കലി കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ചാലഞ്ചസ് ആയിരുന്നു. അപ്പോൾ ആ ചാലഞ്ചസൊക്കെ എടുക്കാൻ ഞാൻ തയ്യാറായി. കാരണം ഞാൻ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സക്സസ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചില ഓൾറെഡി ഉള്ള വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നാടകങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അതിനൊരു ഗ്രൗണ്ട് ഉണ്ട്, നമുക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആവും എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഞാൻ ആ ഒരു ഇതിന് പോകാതെ പലപ്പോഴും ഒരു എക്സ്പെരിമെൻ്റൽ രീതിയിൽ തന്നെയാണ് ഞാൻ പോയത്. സ്ലീപ്പിംഗ് ബ്യൂട്ടീസ് എന്ന് പറയുന്ന കവാബത്ത യസുനാരിയുടെ സ്റ്റോറി ചെയ്യാൻ പറ്റി, മാർക്കീസിൻ്റെ സ്റ്റോറി ചെയ്യാൻ പറ്റി, പലതരം നാടകങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എസ്തറ്റിക് സെൻസിലൂടെ കടന്നു പോകുമ്പോൾ പല രാജ്യങ്ങൾ പല സംസ്കാരങ്ങൾ, അപ്പോൾ അങ്ങനെ ആ ഒരു തരത്തിലുള്ള ഒരു റിസർച്ചാണ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ 25 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നാടകങ്ങളെക്കുറിച്ചുള്ള പഠനം, നാടകം, ആ ഒരു രീതിയിലാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സിനിമയിലേക്ക് വന്നിട്ട് ഞാൻ കുറച്ച് മുമ്പ് ഞാൻ വന്നിരുന്നു എങ്കിലും സിനിമ കൂടുതൽ കാര്യമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനും കാണാനും ഒക്കെ തുടങ്ങുന്നത് സമീപകാലത്ത് മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വരികയുണ്ടായി. അങ്ങനെ കാഴ്ചയിലായാലും വായനയിലായാലും ഒക്കെ നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന ഒരു വിഷയമാണ്.
അപ്പോൾ അതും കൂടി ഉൾക്കൊള്ളാതെ നമുക്ക് സിനിമകൾ പ്രതീക്ഷകൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ പെണ്ണുങ്ങൾ നേരിടുന്ന ഓരോ ബുദ്ധിമുട്ടുകളുണ്ട്, അതിനെ കൂടി അഡ്രസ്സ് ചെയ്യാതെ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കുടുംബപരമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഒക്കെ നമ്മളെ കഴിഞ്ഞ ഒരു ഓപ്പൺ ഫോറത്തിൽ ഒരു കുട്ടി സംസാരിക്കുകയുണ്ടായി. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് ലെഷർ ഇല്ലല്ലോ, നമുക്ക് എങ്ങനെയാണ് വായിക്കാൻ പറ്റുക, നമുക്ക് എങ്ങനെയാണ് സിനിമ കാണാൻ പറ്റുക? അപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈവൻ സാംസ്കാരിക രംഗത്ത് പോലും പറയും, ഓക്കെ എന്തിനാണ് ഇത്രയും പൈസ ചിലവാക്കുന്നത് സാംസ്കാരിക രംഗത്ത് അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയും. ഇപ്പം കേരള ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ സിനിമാ പ്രവർത്തകർക്കും അല്ലെങ്കിൽ SC/ST വിഭാഗത്തിൽപ്പെട്ട സിനിമാ പ്രവർത്തകർക്കുമായിട്ട് ഇത്രയും കോടി രൂപ ബജറ്റിൽ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ പക്ഷേ നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ കാണുകയുണ്ടായി എങ്ങനെയാണ് മനുഷ്യ സമൂഹത്തെ കല ബാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കല എങ്ങനെയാണ് മനുഷ്യരെ രക്ഷിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പലരും പറയാറുണ്ട്, നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ തിയേറ്റർ ആയാലും സിനിമ ആയാലും അതൊരു വിഷയമായിട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ സമൂഹത്തിനെ മാറാൻ, ഒരു പുതിയ സമൂഹത്തിനെ, തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ടെന്ന് നമ്മൾ ആരോട് ചോദിച്ചാലും പറയും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇന്ന് ഞാനൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വായിക്കണ്ടായി, ആരാണ് സ്ത്രീ എന്നുള്ളത്. ആരാണ് സ്ത്രീ അല്ലെങ്കിൽ ആരാണ് മാർജിനലൈസ് ചെയ്യപ്പെട്ട വ്യക്തി എന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള വ്യക്തികളെ കാണാൻ കഴിയുന്ന, അത്തരം അനുഭവങ്ങൾ മനസ്സിലാവുന്ന, ഈവൻ സ്വന്തം കുടുംബത്ത്, സ്വന്തം വീട്ടിൽ, അല്ലെങ്കിൽ അയൽപ്പക്കത്ത്, അല്ലെങ്കിൽ അവനവൻ്റെ ഓഫീസിൽ, അല്ലെങ്കിൽ സിനിമാ രംഗത്ത്, പൊളിറ്റിക്കൽ മേഖലയിൽ, എവിടെയായാലും നമ്മുടെ ചുറ്റുപാടും എങ്ങനെയാണ് ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത്, അവരെങ്ങനെയൊക്കെയാണ് ജീവിതത്തിനെ നേരിടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഈ പൊതുരംഗത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തേക്ക് വരുന്നത്, അവർ നേരിടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എന്ന് പറയുന്നത് അനുഭവത്തോടെ കാണാൻ കഴിയുന്ന ഏതൊരു വ്യക്തിയും സ്ത്രീ തന്നെയാണെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഒരു മാനവിക ബോധമുള്ള ഒരു വ്യക്തി തന്നെയാണെന്ന് പറയും. ഒരു മാനവിക ബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഏറ്റവും അധികം കഴിവുള്ള ഒരു കലാരൂപം തന്നെയാണ് സിനിമ. ഇതുപോലെ ഇത്രമാത്രം സമൂഹത്തെ ഇൻസ്പയർ ചെയ്യുന്ന മറ്റൊരു ആർട്ട് ഫോം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അത് നമ്മൾ ആരോട് ചോദിച്ചാലും എല്ലാവരുടെയും ഒരു സെക്കൻഡ് ഡ്രീം എന്ന് പറയുന്നത് ഒന്നുകിൽ സിനിമ നടനാവുക, അല്ലെങ്കിൽ എഴുത്തുകാരിയാവുക, അല്ലെങ്കിൽ സംവിധായികയാവുക എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പെൺസിനിമകൾ എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെ ചെയ്യണം എന്നില്ല. മറ്റ് വിഭാഗത്തിലുള്ള എല്ലാ ആളുകൾക്കും പെൺസിനിമകൾ ചെയ്യാം. അത് എന്താണ്, നമ്മുടെ സമൂഹത്തിൽ പെണ്ണുങ്ങളും കൂടി ഉണ്ട്. പെണ്ണുങ്ങളുടെയും കൂടി ഇടങ്ങൾ, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെയും കൂടിയും പ്രത്യാശകൾ, ആഗ്രഹങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന ഓരോരോ, അത് ബന്ധങ്ങളിലായാലും സാംസ്കാരിക രംഗത്തായാലും അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്തായാലും അല്ലെങ്കിൽ പൊളിറ്റിക്കലി ആയാലും എങ്ങനെയാണ് അവരുടെ ഇടം തേടുന്നത് എന്ന് പറയുന്ന ഒരു സെർച്ച്, അത് ചെയ്യുന്ന ഏതൊരാൾക്കും നമുക്കൊരു ആ ഒരു തരത്തിൽ നമുക്കൊരു പുതിയൊരു ഒരു രീതി തന്നെ, ഒരു എസ്തെറ്റിക്സ് തന്നെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അത്തരത്തിൽ അതായത് റീസെൻ്റ്ലി കണ്ടിട്ടുള്ള കുറച്ച് സിനിമകൾ, അല്ലെങ്കിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് കാണുന്ന ഒരാളല്ല, എന്നാലും കാണുന്ന ഒരു ഇതിൽ വെച്ചിട്ട് ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ അടുത്ത് കണ്ടിട്ടുള്ള അത് അവിനാഷ് വർമ്മയുടെ സിനിമയാണ് ത്രീ ഓഫ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു സ്ത്രീയുടെ ഓർമ്മ നഷ്ടമാകുന്ന വേളയിൽ ഒരു സ്വന്തം ബാല്യത്തിലേക്ക്, അല്ലെങ്കിൽ എന്തൊക്കെ ആഗ്രഹിച്ചിരുന്നോ, അല്ലെങ്കിൽ എന്തൊക്കെ വിട്ടുപോയോ ജീവിതത്തിൽ നിന്ന്, അതിനെ തേടി പിടിക്കാൻ പോകുന്ന അവരെയും അവരുടെ കൂടെ നിൽക്കുന്ന, അതാണ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്, അവരുടെ കൂടെ നിൽക്കുന്ന ഹസ്ബൻഡ് അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് പറയുന്നതും, അല്ലെങ്കിൽ അവരുടെ ബാല്യകാല സുഹൃത്ത്, അല്ലെങ്കിൽ ആ ബാല്യകാല സുഹൃത്തിൻ്റെ ഭാര്യ, ഇവരെല്ലാവരും ചേർന്ന് ഒരു വളരെ പോയറ്റിക് ആയിട്ടുള്ളൊരു സിനിമ ഒരു സംവിധായകനാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മളെ അതിശയിപ്പിക്കും. അത്രമാത്രം, അതായത് ആ ഒരു ഗോവയുടെ ഒരു ലാൻഡ്സ്കേപ്പിൽ അത്രയും മനോഹരമായിട്ട് ഒരു സ്ത്രീയുടെ ഒരു നഷ്ടമോഹങ്ങൾ, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ കൂടി കടന്നു പോകുമ്പം
അവർക്ക് റിങ്കിൾസിനൊപ്പം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിനിമയാണ് അവിനാഷ് വർമ്മയുടെ 3 of Us എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി ഞാൻ സ്ട്രൈക്ക് ചെയ്ത സിനിമകളാണ് പറയുന്നത്. ചിലതൊക്കെ എനിക്ക് വിട്ടുപോയിട്ടുണ്ടാവാം, ക്ഷമിക്കുക. അതുപോലെ വിധു വിൻസെൻറ്റിൻ്റെ, അതായത് ഈ ഒരു നമ്മുടെ പലായനവും അഭയാർത്ഥി പ്രശ്നങ്ങളും ഒക്കെ വരുന്ന സിനിമകളാണ് വൈറൽ സെബി എന്ന് പറയുന്നത്. അതുപോലെ സജിത മഠത്തിലിൻ്റെ ആണ്, ടുണീഷ്യൻ സംവിധായിക കൗതബൻ ഹാനിയ ചെയ്ത ദ മാൻ ഹൂ സോൾഡ് ഹിസ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു സിറിയൻ അഭയാർത്ഥിയുടെയാണ്. അപ്പോൾ വളരെ അക്കാഡമി അവാർഡൊക്കെ ലഭിച്ചു. വളരെ കൃത്യമായിട്ട് ഒരു സ്ത്രീ സംവിധായികയാണ്, പക്ഷെ വളരെ കൃത്യമായിട്ട് വളരെ ലാർജ് ഒരു 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 രീതിയിൽ എടുക്കാൻ കഴിയുന്ന, അപ്പോൾ അത് നമുക്കൊരു പ്രതീക്ഷ തന്നെയാണ് തരുന്നത്. അത് നമുക്ക് സ്ത്രീകളായതുകൊണ്ട് നമ്മുടെ ഇടങ്ങൾ ചുരുക്കപ്പെട്ടതാണെന്നോ ഒരു ചുരുങ്ങിയ ബജറ്റിലോ അല്ലെങ്കിൽ ചുരുങ്ങിയ ബജറ്റിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും വളരെ നല്ല രീതിയിൽ മികച്ച, ഈവൻ കൊമേഴ്ഷ്യലിയും ഒരുപാട് വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ റത്തീന ആയാലും സ്റ്റെഫി ആയാലും ഒക്കെ ഇന്ദു ആയാലും ഒക്കെ ഒരുപാട് ഈ കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയിലേക്ക് വളരെ കൃത്യമായിട്ട് ധീരതയോടെ കടന്നു വന്നിട്ടുണ്ട്. അവരവരുടെ സ്ഥാനം, എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ ഇനി കൈവിരലുകളിൽ അല്ല, കൈവിരലുകളിലും കാൽവിരലുകൾ ചേർത്താൽ പോലും അതിനപ്പുറം ഡയറക്ടേഴ്സ് എത്തിക്കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ഹാപ്പിനെസ്സും കൂടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. കാരണം വെച്ചാൽ ഇനി നമുക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ വനിതാ സംവിധായകർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകം പറയേണ്ടി വരില്ല. സംവിധായകർ എന്നുള്ള ഇതിൽ തന്നെ ആ ഒരു സ്ഥാനം സ്ത്രീകൾക്കുണ്ടാവും എന്ന ഒരു പ്രതീക്ഷയാണ്. അതുപോലെ കുറേയധികം മിരിയം മേനാച്ചേരി, റാറ്റ് റേസ് ഒക്കെ, പിന്നെ സ്റ്റൺമെൻ ഇൻ ബോളിവുഡ്, ലാരി നോട്ട്സ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്ററീസാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണ് ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ വളരെ കുറച്ച് പൈസ കിട്ടുക, കുറച്ച് ഗ്ലോറി കിട്ടുക, എങ്കിൽ പോലും വളരെ കൺസിസ്റ്റൻ്റായിട്ട് സമൂഹത്തിലെ കാര്യങ്ങളിൽ ഇടപെടുകയും അതിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ പ്രതികരിക്കുകയും അത് സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന വളരെ കൺസിസ്റ്റൻ്റായിട്ട് ആർട്ട് വർക്ക് ചെയ്യുന്ന ഡോക്യുമെൻ്ററി മേക്കേഴ്സ്, അത് നമുക്ക് ഓസ്കാർ നേടിത്തന്ന കാർത്തികി ഗോൺസാൽവസ്, എലിഫന്റ് വിസ്പറേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ RV രമണി, സായി അഭിഷേക്, നമ്മുടെ രശ്മിയുണ്ട്, കുറേയധികം ആൾക്കാരുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സിനിമകളിലാണെങ്കിലും നമുക്ക് സില്ലുക്കർപ്പട്ടി ഉണ്ട്, ആണും പെണ്ണിൽ ചില ഏരിയകളുണ്ട്. പിന്നെ വിനോദ് ചോപ്രയുടെ 12th ഫെയിൽ, അപ്പോൾ അത് സ്ത്രീപക്ഷം എന്നുള്ളത് മാത്രമല്ല, വിനോദ് ചോപ്രയുടെ തന്നെയും വളരെ മാസ് ആയിട്ടുള്ള ഒരു സിനിമ ഒരു രീതിയിലാണ് അത് എടുത്തിട്ടുള്ളത്. എങ്കിൽ പോലും അതിൽ IPS ഉദ്യോഗസ്ഥനായ ഒരു ദളിത് ആയിട്ടുള്ള ഒരു മനോജ് കുമാർ ശർമ്മയുടെ ഒരു ജീവിതത്തെയാണ് കാണിക്കുന്നത്. പക്ഷേ അയാളെ കാണിക്കുമ്പോൾ പോലും ഈവൻ അതിൽ പരിമിതികളുണ്ട്. അയാളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഈക്വലി ഡ്രീംസ് ഉള്ള, IPS ഡ്രീംസ് ഒക്കെ ഉള്ള, ഈക്വലി അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതോടൊപ്പം സ്വന്തം സ്വപ്നങ്ങളെയും വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു നായികയും ആ സിനിമയിലുണ്ടെന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രാധാന്യം. അതുപോലെ അഷിമ ചിബറിൻ്റെ മിസ്സസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ റാണി മുഖർജിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് നമുക്കൊരു ഡ്രമാറ്റിക്കായിട്ട് ചില ഓവർ ഡ്രമാറ്റിക് ആണോ എന്ന് ചില സമയങ്ങളിലൊക്കെ തോന്നുമെങ്കിലും പെർഫോമൻസ് ലെവലിലൊക്കെയുള്ള ചില നമുക്കൊരു വ്യത്യാസ അഭിപ്രായങ്ങളുള്ളപ്പോൾ തന്നെയും വളരെ കൃത്യമായിട്ട് ഒരു നോർവേ അധികാരികളോട് ഒരു പടപൊരുതിയ ഒരു പാവം ഒരു സ്ത്രീ, ഒരു ബംഗാളി സ്ത്രീയുടെ ഒരു സ്റ്റോറിയാണ്. അവരിപ്പോഴും സ്ട്രഗിൾ ചെയ്യുകയാണ് അവരുടെ ജീവിതത്തിൽ. അപ്പോൾ അതായത് അവരുടെ സ്വന്തം മക്കളുടെ കസ്റ്റഡി നോർവേ അധികാരികൾ പിടിച്ചെടുക്കുകയും അതിനെതിരെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു പാവം സ്ത്രീയുടെ ഒരു കഥ എന്ന് പറയുന്നത്, അത് ഒരു പോപ്പുലർ ആസ്പെക്റ്റിൽ എടുക്കുക, ആ പോപ്പുലർ ആസ്പെക്റ്റിൽ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് എന്നെ ആ തരത്തിൽ അത് ആകർഷിക്കുകയുണ്ടായി. അതുപോലെ
ഐ സ്റ്റിൽ ഹൈറ്റ് സ്മോക്ക്. പിന്നെ കെ ജി ജോർജിൻ്റെ സാറിൻ്റെ നമുക്ക് പറയേണ്ടതില്ല. അദ്ദേഹം നമുക്ക് എപ്പോഴും, ഞാൻ ഏറ്റവും അധികം മലയാളത്തിൽ ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരു സംവിധായകനാണ് കെ ജി ജോർജ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് ആ ഒരു തരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ജിയോ ബേബിയുടെ സിനിമകൾ, പിന്നെ അൽമോദോവാറിൻ്റെ പാരലൽ മദേഴ്സ് എന്ന് പറയുന്നത്. പാരലൽ മദേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി അതിനകത്ത് അവർ അത് ക്രാഡിൽ എന്ന കോൺസെപ്റ്റും ഗ്രേവ് എന്ന് പറയുന്ന കോൺസെപ്റ്റും വളരെ ബ്രില്യൻ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ, അതായത് ഒരേ സമയത്ത് അമ്മമാരായിട്ടുള്ള അവരുടെ ജീവിതം ഒരു കുഞ്ഞ് വിഷയം എങ്ങനെ, പക്ഷേ വളരെ കൃത്യമായിട്ട് അത് ഒരു മനുഷ്യ ചരിത്രത്തെ എങ്ങനെയാണ് സ്പർശിച്ചു പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വളരെ ബ്രില്യൻ്റായിട്ട് അൽമോദോവാർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് ഒരു ഗ്രേവിൽ നോക്കുന്നതിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രതീക്ഷയാണ്. അപ്പം ഭയങ്കര അതിൻ്റെ ഒരു ജക്സ്റ്റപൊസിഷൻ എന്ന് പറയുന്നത് ക്രേഡിൽ വേഴ്സസ് ഗ്രേവ് എന്ന് പറയുന്നത് ഭയങ്കര വളരെ ബ്രില്യൻ്റായിട്ട് സ്ത്രീകളെ മുൻനിർത്തി അത് ചെയ്യുക എന്ന് പറയുന്നത്, അതേസമയം നമുക്ക് അത്രമാത്രം നമ്മളെ ആ ഒരു ചരിത്രപരമായ പല ഇവൻറ്റിലൂടെയും നമ്മളെ കൃത്യമായിട്ട് എൻഗേജിങ് ആയിട്ട് കൊണ്ടുവരാൻ ആ ക്രിയേറ്ററിന് സാധിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. അത് സ്ത്രീ ആവണം എന്നില്ല, ആ ഒരു സ്ത്രീകളെക്കുറിച്ച് മനസ്സിലാക്കുന്ന തൻ്റെ പങ്കാളിയെ അല്ലെങ്കിൽ അമ്മയായാലും അല്ലെങ്കിൽ സുഹൃത്തിനെ ഒക്കെ, അല്ലെങ്കിൽ തൻ്റെ സാംസ്കാരിക ഇടങ്ങളിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്ത്രീയെയും അറിയാൻ ശ്രമിക്കുന്ന ഏതൊരാണിനും ഏതൊരു ജെൻഡറിലുള്ള ഒരു വ്യക്തിക്കും തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീയുടെ അനുഭവത്തെ സാംസ്കാരികമായിട്ട് അടയാളപ്പെടുത്താൻ കഴിയും എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ലോസ്റ്റ് ഡോട്ടർ എന്ന് പറയുന്ന സിനിമ, ലോസ്റ്റ് ഡോട്ടർ എന്ന് പറയുന്നത് മാഗി ഹെല്ലിൻ്റെ സിനിമയാണ്. ഒലിവിയ കോൾമാൻ ഒരു വെക്കേഷന് വരികയാണ്. വളരെ കാണാൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവും, കാണാൻ കഴിഞ്ഞിട്ടില്ലാത്തവർ ശ്രമിക്കണം. എങ്ങനെയാണ് വളരെ രസകരമായിട്ട്, അവർ പ്രൊഫസറാണ്. അപ്പോൾ അവർ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അവരെത്ര പ്രൗഡാണ് അവരത് പറയുന്നതിൽ. അവർ മക്കൾ വേറെ ഉണ്ട്, മക്കൾ വേറെടുത്താണ്, പക്ഷേ അവരുടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമ്മൾ കേരളത്തിലെ സ്ത്രീകൾക്കൊക്കെ പൊതുവേ അന്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. നമുക്ക് സ്വന്തമായിട്ട് സമയം ചെലവഴിക്കുക അല്ലെങ്കിൽ ആഹ്ലാദങ്ങൾക്ക്, അത് സമൂഹത്തിലും ഇല്ല. നമുക്ക് എന്താണ് സാംസ്കാരിക ഇടങ്ങളോ നമുക്കൊന്ന് ഒത്തുകൂടി ചിരിക്കാനോ നൃത്തം ചെയ്യാനോ ഒന്നും ഒരിടങ്ങളുമില്ല. നമ്മൾ ഇങ്ങനെ മാറ്റി നിർത്തും. ബാംഗ്ലൂർ, ബോംബെ എന്നൊക്കെ പറഞ്ഞ് പബ് കൾച്ചർ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തും. പക്ഷേ എങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു തുറസ്സുകൾ എന്ന് പറയുന്ന തുറസ്സുകളുടെ ആവശ്യകതയുണ്ട് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും. കാലക്കാലം ചെല്ലുമ്പോൾ നമ്മുടെ ഗൗരി ലക്ഷ്മിയൊക്കെ അവരുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ്, അവരൊക്കെ എങ്ങനെയാണ് പുതിയ ജനറേഷനെ എങ്ങനെയാണ് ഇൻസ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്തരത്തിലുള്ള തുറസ്സുകൾ തുറന്ന് നൃത്തം ചെയ്യുക, പാടുക, ആടുക, ഇടപെടുക, ആൾക്കാരോട് സംസാരിക്കുക എന്ന് പറയുന്നത് ആ ഒരു തരത്തിൽ ഓപ്പണായിട്ട് നമുക്കൊരു ജെൻഡർ ഇൻക്ലൂസീവായിട്ട് ജെൻഡർ സെൻസിറ്റീവായിട്ട് ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ആ ഒരു തരം സാംസ്കാരിക ഇടങ്ങൾ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് സ്പേസസ് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. കാര്യം നമ്മൾ എന്താണ് ജോലി ചെയ്യുക, വൈകുന്നേരമാകുക, വീണ്ടും വീട്ടിൽ പോയിട്ട് ജോലി ചെയ്യുക, ഉറങ്ങുക, അല്ലെങ്കിൽ ആണുങ്ങൾക്കായാലും ഒക്കെ ജോലി ചെയ്യുക, കുറച്ചു നേരം കലങ്കിലിരിക്കുക, അല്ലെങ്കിൽ കുറച്ചു നേരം അവിടെ ഇവിടെ റോഡിൽ നിന്നിട്ട് പോവുക. അത് മാത്രമല്ലല്ലോ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ, നമ്മളെ ഫിസിക്കലി എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലിറ്ററേച്ചർ, നമ്മുടെ താല്പര്യങ്ങളെ ഒക്കെ കോമൺ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന തരം ഒരു എൻ്റർടൈൻമെൻറ്റ് ഇടങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ആവശ്യമാണ്. അതിന് ഒരുപാട്, അതായത് ഈ സ്കൂളുകളിലും വിദ്യാലയങ്ങളിലൊക്കെയും കോളേജുകളിലൊക്കെയും കല ഒരു വിഷയമാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഹ്യൂമനായിട്ടുള്ള ഒരു സൊസൈറ്റിയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, അത് ഇവിടെയും പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ഫങ്ഷണൽ റോൾസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ വിദ്യാഭ്യാസ രീതികളൊക്കെ എത്രയോ കാലപ്പഴക്കം ചേർന്ന വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടേത്. അവിടെയൊക്കെ മാറണം നമ്മുടെ ഫങ്ഷണൽ റോൾസ് എന്ന് പറയുന്നത്. അതും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ആൺകുട്ടികൾക്ക് നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ നമ്മൾ പെൺകുട്ടികളെ മാത്രമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുക. അപ്പോൾ നമ്മൾ സ്കൂളിൽ അത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യേണ്ടതാണെന്നും അത്തരത്തിൽ ഭയങ്കര ഡെമോക്രാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ഈ ഒരു ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ മാറുകയും കുറച്ചും കൂടി എന്താണ് നല്ല രീതിയിൽ റെസ്പെക്ട്
റെസ്പെക്റ്റ്ഫുള്ളി ആണിനും പെണ്ണിനും പരസ്പരം ഇടപെടാനും വളരെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും അതുവഴി നല്ല ആർട്ട് ഫോം തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് യോഗോസ് ലാന്തിമോസിൻ്റെ സിനിമ പുവർ തിങ്സിനെ പറ്റിയിട്ടാണ്. പുവർ തിങ്സിൽ നിങ്ങൾ കാണാനിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിനെ വിശദമായിട്ട് പറയുന്നില്ല. എമ്മ സ്റ്റോണിൻ്റെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഡെപിക്ഷനാണ് അവിടെ നടന്നിരിക്കുന്നത്. ബെല്ല ബാക്സ്റ്റർ എന്ന് പറയുന്ന അവിടെയും ഒരു സംവിധായകൻ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീ, അപ്പോൾ അതായത് വിക്ടോറിയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പേരിൽ തന്നെ, ആ ഒരു പ്ലേസിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സദാചാരവാദങ്ങളെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെയാണ് സ്വന്തം ശരീരത്തെ, സ്വന്തം അനുഭവങ്ങളെ, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളെ എങ്ങനെയാണ് അവൾ അന്വേഷിക്കുന്നത്. ആ അന്വേഷണങ്ങളിൽ അവൾ എങ്ങനെയാണ്, ബെല്ല ബാക്സ്റ്റർ എന്ന് പറയുന്ന കഥാപാത്രം പറയുന്നുണ്ട്, ഞാൻ ലോകത്തേക്ക് പോയി പക്ഷെ ഞാൻ വേദന മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന സ്വന്തം ശരീരത്തെ, അതായത് ഒന്നുകിൽ അവൾ പുറത്തേക്ക് പോകുമ്പോൾ അവൾക്ക് പുറത്തേക്ക് പോകാൻ അനുവാദമില്ല, അവളെ ക്രിയേറ്റ് ചെയ്ത വ്യക്തി അവളെ അനുവദിക്കുന്നില്ല, പക്ഷെ അവൾ പോവുകയാണ്, ഞാൻ പോവും, എന്തായാലും പോകും എന്നുള്ള തരത്തിൽ അവൾ തീരുമാനമെടുത്ത് അവളെ വിവാഹം ഉറപ്പിച്ചിട്ട് അവൾ പുറത്ത് പോവുകയാണ്. എന്നിട്ട് പോലും അവൾ എല്ലാവരുടെയും അനുവാദത്തോടെ തന്നെയാണ് പോകുന്നത്. പക്ഷെ പലതരത്തിലുള്ള എക്സ്പ്ലോറേഷനിൽ കൂടി അപ്പോൾ അവൾ ചതി കാണുന്നുണ്ട്, ചതിയിൽ പെടുന്നുണ്ട്, ചതി അറിയുന്നുണ്ട്. കാരണം അവൾക്ക് ഒരു കുട്ടിയുടെ ഒരു ബ്രെയിനാണുള്ളത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഇൻ്റലക്ച്വലി പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. എങ്ങനെയാണ് സ്ത്രീയുടെ മനസ്സെന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ ഒരു മനസ്സാവുന്നു എന്ന് പറയുന്നത്. നമ്മൾ പല ആൾക്കാരും പല അനുഭവങ്ങളിലും എങ്ങനെയാണ് ചിന്തയില്ലാതെ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്ന ആ ഒരു തരത്തിൽ സ്വന്തം ശരീരത്തിനും സ്വന്തം അനുഭവങ്ങൾക്കും ഓണർ താൻ തന്നെയാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഏറ്റവും അതായത് വളരെ പ്രതീക്ഷ തന്നെയാണ് തരുന്നത്. അങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരം, അവർ പറയുന്നുണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉടമകൾ, അല്ലെങ്കിൽ എന്താണ് അതിനും വരി ഞാൻ മറന്നുപോയി, വി ആർ ദി ഓണേഴ്സ് ഓഫ് അവർ ഓൺ പ്രൊഡക്ഷൻ, അങ്ങനെ എന്താണ് ഒരു വാചകം. വളരെ കൃത്യമായിട്ട് ഈ ഒരു അഴിമതിയെയും അനീതിയിലും ഒക്കെ വേദനിക്കുന്ന, അല്ലെങ്കിൽ സ്വയം എക്സ്പ്ലോർ ചെയ്യപ്പെട്ട അതിലെ ചതികളും ഒക്കെ തിരിച്ചറിയുന്ന ഒരു കഥാപാത്രത്തെ അതും ഒരു ആൺ സംവിധായകനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ സാധ്യമാണ് ആ ഒരു സ്ത്രീകളുടെ പ്രതീക്ഷകളെയും സ്ത്രീകളുടെ സ്വപ്നങ്ങളെയും ഒക്കെ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അനുഭാവപൂർവ്വം കാണുക എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് അല്ലെങ്കിൽ എപ്പോഴും പറയുന്ന ഒരു ഇതാണ് ഫെമിനിറ്റി എന്ന് പറയുന്നത്. സ്ത്രീകളെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പം കൂടുതൽ ആൾക്കാർ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് ഫെമിനിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാതെ ഒരു ഫെമിനൈൻ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ സമൂഹത്തിൽ വരട്ടെ. കുറേ കൂടി ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് നമുക്ക് മാറാൻ നമ്മുടെ കലാരൂപങ്ങൾ, കാരണം അത്രയും ഇപ്പം നമ്മൾ ചെണ്ട കേൾക്കുന്നുണ്ട്, അത്രമാത്രം റിച്ചായിട്ടുള്ള, കൾച്ചറലി റിച്ചായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ, പക്ഷെ നമ്മൾ സാമൂഹ്യപരമായിട്ടും സാംസ്കാരികമായിട്ടും എത്രത്തോളം നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് സംശയമാണ്. പക്ഷെ നമ്മുടെ ഇടപെടലുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. അവിടെയാണ് മെട്രോ ഫിലിം സൊസൈറ്റി പോലുള്ള സൊസൈറ്റികളുടെയൊക്കെ പ്രാധാന്യം എന്ന് പറയുന്നത്. കാര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അത് ഓക്കെ. കാര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷേ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു നിസ്വാർത്ഥ സേവനമാണ്. അത് പല ആൾക്കാരും, ജോർജ് സാർ ഉൾപ്പെടെ, അധ്യക്ഷൻ ഷഹിന, ലൈതാജിശ്രീ, അങ്ങനെ ഒരുപാട്, എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ മെട്രോ ഫിലിം സൊസൈറ്റി എന്ന് പറയുന്നത് ഫാമിലി പോലെയാണ്. കാരണം അത്രയധികം സപ്പോർട്ടാണ് അവർ എനിക്ക് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റു പലർക്കും നൽകിയിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൂടുതൽ ആൾക്കാരും കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോജക്റ്റുകളെ പറ്റി നിരന്തരം സംസാരിക്കുന്ന ഇടത്ത് കൾച്ചറലി റിലവൻ്റായ, സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അത്തരം സിനിമകളെക്കുറിച്ച് അല്ലെങ്കിൽ ആർട്ട് പ്രോജക്ട്സിനെ കുറിച്ച് സംസാരിക്കുന്ന, പ്രചരിപ്പിക്കുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ എന്നെ ക്ഷണിച്ചതിൽ. എല്ലാവിധ ആശംസകളും, എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.